പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം എന്ന ചാനലിലേക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പനിനീർ പൂക്കൾ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്ക് ഈ വീഡിയോ ക്ലാസ്സിലൂടെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ എഴുതുന്ന രീതി, ആ പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഭാഷാധ്യാപകനായതുകൊണ്ട് ഞാൻ സാധാരണ എൻ്റെ ക്ലാസ്സിൽ കുട്ടികളോട് നോട്ട് കൊടുക്കുന്നില്ല. നോട്ട് കൊടുക്കുന്നത് അതൊരു മാതൃക നമുക്ക് നൽകാം. പക്ഷേ എല്ലാ പാഠങ്ങൾക്കും നോട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ മാത്രം ഒതുങ്ങിപ്പോകും. ഭാഷാ പഠനം ഒരിക്കലും അങ്ങനെ ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ കുട്ടികൾക്ക് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതി നൽകുകയല്ല ചെയ്യുന്നത്. പകരം എങ്ങനെയാണ് ആ ചോദ്യങ്ങളെ നമ്മൾ എഴുതേണ്ടത്, എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം അതിനെ എങ്ങനെ ക്രോഡീകരിച്ച് എഴുതാമെന്ന് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾ വിഷമിക്കരുത്. അയ്യോ, ഈ ക്ലാസ്സിൽ വന്ന മാഷ് നോട്ട് തന്നില്ലല്ലോ, നോട്ട് തന്നാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം അത്തരം നോട്ടുകൾ നൽകിയാൽ അതെൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ്. അതിനപ്പുറത്തേക്ക് മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ ഉണ്ടാവേണ്ടത്? ഏതൊരു ചോദ്യത്തിലും നമ്മുടേതായ നിലപാടും അഭിപ്രായങ്ങളും ഉണ്ടാവണം. അതിൽ അക്ഷരത്തെറ്റ് സംഭവിക്കും. എഴുതുമ്പോൾ ചിലപ്പോൾ വാക്യങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളെന്താ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ചിട്ട് സ്വന്തമായിട്ട് എഴുതുമ്പോൾ ആ ഉത്തരം അത് നിങ്ങളുടേത് മാത്രമേ തീരും. പരീക്ഷകളോ ഏത് സാഹചര്യത്തിലും നമുക്ക് ഏറ്റവും നന്നായിട്ട് മറുപടി പറയാനും ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുമൊക്കെ കഴിയും. അതുകൊണ്ടാണ് അപ്പോൾ ഇതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നോട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ആക്ടിവിറ്റി കണ്ടെത്താൻ പറയാമെന്നാണ്. ആ ചോദ്യം ഞാനൊന്ന് വായിക്കാം. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ. ഈ വരിയിൽ കവി ആരെയാണ് ദേവതമാരായിട്ട് കാണുന്നത്? പനിനീർ പൂവനെയാണ് അല്ലേ? കവി പനിനീർ പൂവനെ ദേവതകളായി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം? നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതണം. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായില്ലേ? കവി ആദ്യം പൂവിനെ അപമാനിക്കുക ചെയ്തത്, മോശം ജന്മമാണെന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ വളരെ മഹത്തരമായ ജീവിതമാണ് പനിനീർ പൂവിനെന്ന് തിരിച്ചറിയുന്നുണ്ട്. കവിതയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പനിനീർ പൂവ് മഹത്തരമായ ജീവിതത്തിലൂടെ ദേവതാ സങ്കല്പത്തിലേക്ക് ഉയർത്തി കാണിക്കുകയാണ്. ദേവതകൾ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെല്ലാം തന്നെ നന്മ സംഭവിക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവണം, എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാവണമെന്ന് ആലോചിക്കുന്നവരാണ്. ആ രീതിയിൽ തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നവരാണ് ആര്? പനിനീർ പൂക്കൾ. തൻ്റെ സൗന്ദര്യം പോലെ തന്നെ താനിരിക്കുന്ന ചുറ്റുപാടിനെ കൂടെ എന്തു ചെയ്യുന്നു? മഹനീയമായി, ശുദ്ധമായി, സൗന്ദര്യപൂർവ്വം കാത്തു സൂക്ഷിക്കാൻ പനിനീർ പൂക്കൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ദൈവത്തിൻ്റെ ഇരിപ്പിടം സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ ആവുമല്ലോ. തൻ്റെ ചുറ്റുപാടിനെ കൂടി ശുദ്ധീകരിക്കുന്നതാവണമല്ലോ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത്തരത്തിൽ പനിനീർ പൂവിനൊരു ദേവതാ സങ്കല്പം അവിടെ കടന്നു വരുന്നുണ്ട്. കൂടാതെ അന്നപൂർണേശ്വരി എന്ന് ഒരു പ്രയോഗം കവിതയിൽ ഉള്ളൂർ പ്രയോഗിക്കുന്നുണ്ട്. അന്നദാനം, വിശക്കുന്നവന് അവൻ്റെ വയറ് നിറയെ മനസ്സ് നിറയെ ഭക്ഷണം കൊടുക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? വണ്ടുകൾക്കും പൂമ്പാറ്റകൾക്കും വയർ നിറച്ച് തേൻ കൊടുക്കാൻ തൻ്റെ കഴിവതും ഒക്കെ പ്രയോജനപ്പെടുത്താൻ പനിനീർ പൂക്കൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള വിശക്കുന്നവന് ഊട്ടുന്ന ആ ഒരു പ്രവൃത്തി, ഒരു ദൈവികമായൊരു പ്രവൃത്തി പനിനീർ പൂവ് നിറവേറ്റുന്നുണ്ട്. അങ്ങനെ ദേവതാ സങ്കല്പത്തിലേക്ക് പനിനീർ പൂവ് എത്തിച്ചേരുന്നു. കൂടാതെ മനുഷ്യൻ്റെ വേദനകളെ മറക്കാൻ, പ്രയാസങ്ങളും തോൽവികളും പരാജയങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അതിനെ മറക്കാനുള്ള ഒരിടമായിട്ട് പൂവ് തൻ്റെ സൗന്ദര്യത്തിലൂടെ, തൻ്റെ പുഞ്ചിരിയിലൂടെ നമുക്കൊക്കെ ഒരു സമാധാനം നൽകാറുണ്ട്. അങ്ങനെ നമ്മുടെ സമാധാനത്തെ അല്ലെങ്കിൽ നമ്മുടെ വലിയ സന്തോഷത്തെ തിരിച്ചു തരാൻ പൂക്കൾക്ക് സാധിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അതെന്താണ്? അത് പനിനീർ പൂവിൻ്റെ ദേവതാരൂപത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിലേക്ക് കവി അതിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ദൈവസങ്കല്പമായിട്ട് ആകാശത്തിൽ നിന്നും വിണ്ണിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്ന മാലാഖമാരുടെ മക്കളായിട്ടും മാലാഖമാരായിട്ടുമൊക്കെ സങ്കല്പിക്കുന്നത് ഇത്തരത്തിൽ പനിനീർ പൂവ് ദൈവത്തോട് ചേർത്ത് നിർത്തിയിട്ടാണ് എല്ലാ പൂക്കളെയും. പനിനീർ പൂവെന്ന് എടുത്തു പറയുന്നുണ്ടെങ്കിലും
ഈ പ്രപഞ്ചത്തിലെ എല്ലാ നന്മ പ്രദാനം ചെയ്യുന്ന മനുഷ്യരെയും എല്ലാ പൂക്കളെയും സർവ്വചരാചരങ്ങളെയും ദൈവമായിട്ട് കണക്കാക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങളുടേതായ ഭാവനയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിച്ച് നിങ്ങൾ അതിനൊരു കുറിപ്പ് തയ്യാറാക്കിയാൽ ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമായി. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതിനുശേഷം നമുക്ക് അതിൽ ചെയ്യാനുള്ള വ്യാഖ്യാനിക്കാം എന്ന പ്രവർത്തനത്തെ പറ്റി സംസാരിക്കാം. വ്യാഖ്യാനിക്കുക. ഈ വ്യാഖ്യാനിക്കാം എന്ന പ്രവർത്തനത്തിൽ തന്നിട്ടുള്ള വരികളെ നമ്മുടേതായ ചിന്തകൾ ഉപയോഗിച്ച് നമ്മുടേതായ ആശയങ്ങൾ കൊണ്ട് അതിന് ഒരു വിവരണം തയ്യാറാക്കുക. അഥവാ ആ ആശയത്തോട് നമ്മുടെ നിലപാടുകളെ ആശയങ്ങളെ ക്രോഡീകരിച്ച് വ്യാഖ്യാനിച്ചെഴുതാനാണ് ഇവിടെ. ചോദ്യം ഇങ്ങനെയാണ്: തെറ്റെന്നു വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. കവി ഇവിടെ സ്വയം ബുദ്ധിഹീനനാണെന്ന് പറയുന്നുണ്ട്. മുൻപ് പനിനീർ പൂവിനെ പാഴ്ജന്മം എന്ന് പറഞ്ഞല്ലോ. അത് ശരിക്കും എൻ്റെ തെറ്റായിരുന്നു. എനിക്ക് നിന്നെ മനസ്സിലാവാത്തത് കൊണ്ടായിരുന്നു. അല്ലയോ പനിനീർ പൂവേ, ഞാനൊരു ബുദ്ധിഹീനനാണ് എന്ന് കവി ഒരു മടിയില്ലാതെ സമ്മതിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ സ്വയം ഒരു ബുദ്ധിഹീനനാണെന്ന് കവിക്ക് തോന്നിപ്പോയിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ്? അതെ, ഈ പൂക്കളുടെ മാഹാത്മ്യം, പൂക്കളുടെ ചെറു ജീവിതം കൊണ്ട് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ ചെയ്യുന്നത്, നേരത്തെ കവിതയിൽ പഠിച്ചില്ലേ? ആ കാര്യങ്ങളെല്ലാം പൂക്കൾ തൻ്റെ ജീവിതം കൊണ്ട് ചെയ്തു തീർക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാതിരുന്നത് തൻ്റെ കുറവല്ലേ? അത് ഉള്ളൊരു സ്വയം മനസ്സിലാക്കി പൂവിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എത്ര വലിയവനാണെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ക്ഷമ ചോദിക്കേണ്ടത് ഒരു മാനുഷികമായ ധർമ്മമാണ് അല്ലേ? അത് കവി ഇവിടെ ഏറ്റെടുക്കുന്നു. ആ ചെറു പൂവിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, അതെൻ്റെ വിവരക്കേടാണ്, എൻ്റെ ബുദ്ധിശൂന്യത കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എന്നും കവി അവിടെ സൂചിപ്പിക്കുന്നു. പൂവിൻ്റെ മഹനീയമായ കർമ്മങ്ങളെ, മഹത്തരമായ പ്രവർത്തികളെ ഓരോന്നോരോന്നായിട്ട് കവി എടുത്ത് ഇവിടെ വിലയിരുത്തുന്നു. ആ കാര്യങ്ങൾ കൂടി ഈ ഉത്തരത്തിലേക്ക് എഴുതി ചേർക്കണം. അത് വലിയ രീതിയിൽ വിശദീകരിക്കണമെന്നില്ല. എന്തെല്ലാം പ്രവർത്തികളാണ് ഈ പൂക്കൾ ഈ ഭൂമിയിൽ ചെയ്യുന്നത് അത് മനസ്സിലായപ്പോഴാണ് കവി സ്വയം ബുദ്ധിഹീനനാണെന്ന് മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്നതും. പിന്നീട് ഇത് മനസ്സിലാക്കിയ കവി തിരിച്ചറിയുന്നുണ്ട് പൂവിൻ്റെ ജീവിതം വളരെ ഹ്രസ്വമാണെങ്കിലും മഹത്തരമാണെന്ന്, അല്ലേ? ഇനി നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് പൂവിനെ പറ്റി മാത്രമാണോ, പനിനീർ പൂവിനെ പറ്റി മാത്രമാണോ? അല്ല, അത് എല്ലാ പൂക്കളെയും പറ്റിയാണ്. എല്ലാ പൂക്കളെ പറ്റി മാത്രമാണോ? അതും അല്ല. ഈ ഭൂമിയിൽ പൂക്കളെ പോലെ മറ്റുള്ളവർക്ക് നന്മ കൊടുത്ത് ജീവിക്കുന്ന എത്രയോ നല്ല ആളുകളുണ്ട്, അല്ലേ? നല്ല വ്യക്തിത്വങ്ങളുണ്ട്. ഈ പാഠം വിശകലനം ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോയിൽ മദർ തെരേസയെ പറ്റിയും മഹാത്മാഗാന്ധിയെ പറ്റിയും നവോത്ഥാന നായകന്മാരെ പറ്റിയൊക്കെ സൂചിപ്പിച്ചിരുന്നു. അത് കുട്ടികൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിച്ചവരാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം. അങ്ങനെയുള്ള വ്യക്തികളെ കൂടി ഈ പനിനീർ പൂവ് അടയാളപ്പെടുത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ ഉത്തരത്തിൽ കൂട്ടിച്ചേർത്താൽ ആ പ്രവർത്തനം പൂർണ്ണമാവും. അന്യജീവനുതകി സ്വജീവിതം നയിക്കും അമലേ വിവേകികൾ, കുമാരനാശാൻ്റെ ഒരു വരിയാണ്. അന്യജീവന് ഉതകുന്ന രീതിയിൽ ജീവിക്കുന്നവരാണ് വിവേകികൾ. അവരാണ് ഈ പനിനീർ പൂക്കൾ. ഈ പനിനീർ പൂക്കളെ പോലെ ജീവിക്കുന്ന ആ മഹാന്മാരായ ആളുകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലേ? അതിനുശേഷം ഈ കവിതയിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ഒരു പ്രവർത്തനം അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികളെല്ലാവരും ഈ കവിത ആശയം മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇതിനെ ആസ്വദിക്കാൻ കഴിയുന്നില്ലേ? അതിൻ്റെ താളം കൊണ്ടാണെങ്കിലും ഈണം കൊണ്ടാണെങ്കിലും പ്രയോഗങ്ങൾ കൊണ്ടാണെങ്കിലും ഭാഷ കൊണ്ടാണെങ്കിലും നമുക്ക് ഒത്തിരി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ കവിതയാണ് പനിനീർ പൂക്കൾ. അതിൻ്റെ ആശയം കൊണ്ട് ഒത്തിരി വലിയ കാര്യമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റിലെ എല്ലാവരുടെയും മനസ്സ് ഇതുപോലെ ആവണമെന്നുകൂടി ഈ പാഠഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇതിൻ്റെ ആശയവും ഉള്ളൂരിനെക്കുറിച്ച് 1-2 വാക്യങ്ങളും അതുപോലെ ഈ കവിത നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം എന്താണെന്നും ഈ കവിത എങ്ങനെയാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, നമ്മളെങ്ങനെ ജീവിക്കണം എന്ന കവിത പറഞ്ഞു തരുന്നത്. തൻ്റെ വിഷമങ്ങൾക്കിടയിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം, മുള്ളുകൾക്കിടയിലും എന്തു ചെയ്യണം, ചിരിച്ചു പനിനീർ പൂവിനെ പോലെ നിൽക്കണമെന്നല്ലേ? ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പാരഗ്രാഫ് തിരിച്ച് 3-4 പാരഗ്രാഫിൽ നിങ്ങൾ ഒരു പേജെങ്കിലും ഇതിനെപ്പറ്റി എഴുതിയാൽ, ഈ ആര് കവിത എഴുതി, ഇതിലെ ആശയം എന്താണ്, ആരെക്കുറിച്ചാണ് ഈ കവിത പാടുന്നത്, അത് വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെല്ലാം
കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. ഇതൊക്കെ കൂട്ടിച്ചേർത്താൽ ഒരു നല്ലൊരു ആസ്വാദനക്കുറിപ്പാവും. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ ആ രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളും ഓരോന്നായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാൻ നോക്കിയാൽ സാധിക്കില്ല. പയ്യെ തിന്നാൽ പനയും തിന്നാം. നമുക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും, എഴുതാൻ പ്രയാസം ഉണ്ടാവുന്ന കുട്ടികളുണ്ടാവും. എന്നിരുന്നാലും ശ്രമിച്ചു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഈ വർഷം കഴിയുമ്പോഴേക്കും മലയാളം എഴുതാൻ സാധിക്കും. സ്വന്തം ആശയങ്ങൾക്കാണ് മലയാളത്തിൽ പ്രാധാന്യമുള്ളത്. അല്ലാതെ മറ്റുള്ളവരുടെ ആശയങ്ങളെക്കാൾ കൂടുതൽ തൻ്റെ ശരിയായ ആശയങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണ്ടേ? നമ്മുടെ മാതൃഭാഷയല്ലേ അത്. ആ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഈ ഒരു കവിതയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വർഷം മനോഹരമായിട്ട് ഭാഷാപഠനത്തിൽ ധൈര്യമുള്ള കുട്ടികളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങളോടൊന്നും സ്നേഹം മാത്രം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ആശങ്കകളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കണം. അത് നോക്കുന്നുണ്ടാവും. അതിൻ്റെ മറുപടികൾ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പരിഹരിച്ചു കൊണ്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുഴുവൻ വീഡിയോ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും പഠനം സുഖകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബൈ.